ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു SIS കോർണർ. എല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ 3-4 മാസമായിട്ട് സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഹെൽത്തി എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം മാത്രം പോരാ, നമ്മൾ വൃത്തി കൂടി ഒന്ന് നോക്കണം, അല്ലേ? അതറിയാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് ഹാൻഡ് വാഷ്. ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യുന്നത്. അത് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് നമുക്ക് കഴുകാൻ പറ്റിയെന്ന് വരില്ല, എപ്പോഴും നമുക്ക് ഹാൻഡ് വാഷ് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും അതിനുള്ള ഒരു കാശ് ചിലവാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് 2 ബാർ സോപ്പ് യൂസ് ചെയ്ത് വീട്ടിലെങ്ങനെ ഹാൻഡ് വാഷ് തയ്യാറാക്കാം. ഞാൻ 1.5 ലിറ്റർ വെള്ളവും 1.25 ലിറ്റർ വെള്ളവും പിന്നെ 2 ബാർ സോപ്പ് മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും അളവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 സോപ്പ്, സാദാ സോപ്പും ഒരു ഗ്ലിസറിൻ സോപ്പും യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ഗ്ലിസറിൻ സോപ്പും ഏത് സാദാ സോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഗ്രേറ്റർ വേണം. ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഒരു പീലർ ആണെങ്കിലും മതി. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കത്തി ഉണ്ടാവുമല്ലോ, കത്തി വെച്ച് കഷ്ണങ്ങളാക്കിയാലും മതി സോപ്പിനെ. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളത്തിൻ്റെ അളവിന് ഞാനൊരു മെഷറിംഗ് ജാർ എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്ടർ ബോട്ടിൽ നോക്കി 1.5 ലിറ്റർ വെള്ളം എടുത്താലും മതി. പിന്നെ ഈ ഒരു സോപ്പിൻ്റെ മിക്സ്ചറിന് ഒരു മണം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും എസൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതൊക്കെ ഒരു ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി സോപ്പ് ഈ പീലർ വെച്ചാണ് ഞാനൊന്ന് ആദ്യം കാണിച്ചു തരുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയാലും മതി. ഇനി ഗ്രേറ്ററിൽ, പീലറിന് പകരം ഗ്രേറ്ററിലാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. 2 സോപ്പ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഗ്ലിസറിൻ സോപ്പ് എന്തിനാണെന്ന് വെച്ചാൽ കൈ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനാണ് ഒരു ഗ്ലിസറിൻ സോപ്പ് യൂസ് ചെയ്തത്. സാധാരണ സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിൻ വാങ്ങിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും നല്ലതായിരിക്കും. ഞാൻ 1.5 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വന്നപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള സോപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പാത്രത്തിൽ നിറയെ വെള്ളം ഇരിക്കുന്നുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ, ആ സോപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീൻ്റെ ഫ്ലെയിം ഒന്ന് ചുരുക്കി കൊടുക്കാം. പിന്നെ അതിലിരുന്ന് കുറച്ച് നേരം ഒന്ന് വറ്റിക്കണം. ഒരു പാത്രത്തിൻ്റെ 1/4 ആവുന്ന വരെ നമ്മളത് വറ്റിക്കണം. അപ്പോൾ അതായി കഴിഞ്ഞ ശേഷം തണുക്കാൻ വേണ്ടി ഒരു 6 മണിക്കൂറോളം മാറ്റി വെക്കുക. തണുത്തപ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഒന്നുമില്ലെങ്കിൽ ഒരു ബബിൾ വിസ്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടയിൽ ഒരു 1/2 ഗ്ലാസ്സോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിരുന്നു. ഞാനത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാട്ടോ. പിന്നെ എല്ലാം ആയിക്കഴിഞ്ഞ് ഇതുപോലെ ബോട്ടിൽസിലാക്കി നമുക്ക് വെക്കാം. കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ബോട്ടിലോ എന്തിലെങ്കിലും ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരു ഫണൽ യൂസ് ചെയ്ത്, നമ്മൾ യൂസ് ചെയ്ത ഹാൻഡ് വാഷിൻ്റെ പഴയ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ആക്കി വെച്ചാൽ നല്ലതാണ്. അതുപോലെ ഞാൻ കുറച്ച് മിക്സ്ചർ മാറ്റി വെച്ചിരുന്നു. ബബിൾ വിസ്ക് വെച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളം, കെറ്റിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രയും നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു മണത്തിന് വേണ്ടി ഞാൻ ഓറഞ്ചിൻ്റെ എസെൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. ഓറഞ്ചിൻ്റെ ആ ഒരു മണമൊക്കെ ആകുമ്പോൾ നല്ലതല്ല എന്ന് കരുതി ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. ആ ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. അത് നമ്മൾ ബോട്ടിലാക്കി വെക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്ത കുറേ സോപ്പുകൾ ഇതുപോലെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ബോട്ടിൽസിലാക്കി ഒന്ന് കിച്ചണിലും ഒന്ന് ബാത്റൂമിലും ഒന്ന് വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ നല്ലതാണ്, വെറുതെ കളയണ്ടല്ലോ. അതേപോലെ തന്നെ ഇങ്ങനെ ബോട്ടിലാക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ചെറുത് കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽസിലാക്കിയാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തോളൂ, അവരുടെ ബാഗിൽ സ്ഥിരമായി ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മളതൊന്ന് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് ബാഗിൽ സൂക്ഷിക്കാൻ എളുപ്പമാണ്. കുഞ്ഞു ബോട്ടിൽസ് അതുപോലെ കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു ഹാൻഡ് വാഷാണിത്. അത് വെച്ചൊന്ന് കൈ കഴുകി കാണിച്ചു തരാം. അതിൽ വരുന്ന അതേപോലെ തന്നെ പതയും എല്ലാം ഞാൻ ഉണ്ടാക്കിയ ഹാൻഡ് വാഷിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് കാണിച്ചു തരികയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഹാൻഡ് വാഷാണ്. അത് ഇതുപോലെ നന്നായി ഒന്ന് കൈ കഴുകിയാൽ സെയിം നമ്മൾ വാങ്ങുന്ന ഹാൻഡ് വാഷിൻ്റെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റിൻ്റെ മെനക്കെടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. പിന്നെ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഷാമ്പു കഴിഞ്ഞാൽ ഷാമ്പൂവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ ബാത്റൂമിൽ വെക്കുക. ആരെല്ലാം നമ്മളൊക്കെ ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ ആ ടോയ്ലറ്റ് റൂമിലൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ പോകുമ്പോൾ ഒന്ന് കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഗുണമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ നമുക്ക് തന്നെയാണ് അത് പ്രയോജനം. ഈ ഒരു ഹാൻഡ് വാഷ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.